ഹലോ എവ്രിവൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് അരോമാറ്റിസിറ്റി ആണ്. ഒരു ചെറിയൊരു പോർഷനാണ്, നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഈ ചാപ്റ്ററിൽ നമുക്ക് അരോമാറ്റിസിറ്റി, അതേപോലെ തന്നെ അതിൻ്റെ റൂൾസ്, പിന്നെ ചില ക്ലാസ് ഓഫ് അരോമാറ്റിക് കോമ്പൗണ്ട്സും നോൺ അരോമാറ്റിക് കോമ്പൗണ്ട്സും അതേപോലെ തന്നെ ആൻറ്റി അരോമാറ്റിക് കോമ്പൗണ്ട്സും അവരെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്നുള്ളതും പിന്നെ അവരുടെ സ്റ്റെബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അരോമാറ്റിസിറ്റിയിൽ സൈക്ലിക് ആയിട്ടുള്ള ചില മോളിക്യൂൾസിന് സ്പെഷ്യലി സ്റ്റേബിൾ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബെൻസീൻ തന്നെ എടുക്കാം. ബെൻസീനിൽ നമുക്കറിയാം അതൊരു സൈക്ലിക് സ്ട്രക്ചർ ആണ്. അതിൽ 3 പൈ ബോണ്ട്സ് ഉണ്ട്. ഒരു ക്ലോസ്ഡ് സ്ട്രക്ചർ, അത് കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് ആണ് ഈ പൈ ബോണ്ട്സ്. ഇതേപോലെയുള്ള സ്ട്രക്ചേഴ്സിൽ സ്പെഷ്യലായിട്ട് സ്റ്റേബിളായിട്ട് കാണപ്പെടുന്നു. അപ്പം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ബേസിക്കലി അരോമാറ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ നമ്മളോട് അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദേ ആർ സൈക്ലിക് സ്ട്രക്ചേഴ്സ് that have a particularly stable arrangement of occupied pi molecular orbitals. അതായത് ഈ സ്ട്രക്ചേഴ്സിൻ്റെ പ്രത്യേകത ഇവരുടെ പൈ മോളിക്കുലാർ ഓർബിറ്റൽസ് അതിൻ്റെ ഒരു പെർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ്സ് കാരണം പൈ ഇലക്ട്രോൺസിൻ്റെ ഡീലോക്കലൈസേഷൻ സംഭവിക്കുകയും സിസ്റ്റത്തിൻ്റെ എനർജി ആസ് എ ഹോൾ കുറവായിട്ട് വരികയും സ്റ്റെബിലിറ്റി കിട്ടുന്നതുമാണ് ബേസിക്കലി അരോമാറ്റിക് കോമ്പൗണ്ട്സിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബെൻസീൻ്റെ പൈ മോളിക്കുലർ ഓർബിറ്റൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിൽ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള പി ഓർബിറ്റൽസിൽ എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസ് ഡീലോക്കലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അവിടെ ഒരു പൈ ഇലക്ട്രോൺ ക്ലൗഡ് ഫോം ചെയ്യും. ഇതിലൊക്കെ ഒരു അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ പ്രസന്റ് ആണ്. അങ്ങനെ 6 കാർബൺ ആറ്റത്തിലെയും അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസിന്റെ ഡീലോക്കലൈസേഷൻ വഴി ഒരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി അക്വയർ ചെയ്യുന്നു. അതാണ് ബേസിക്കലി അരോമാറ്റിസിറ്റിയിൽ നമ്മൾ അതിൻ്റെ സ്റ്റെബിലിറ്റി പറയുമ്പം നമുക്ക് പറയാനുള്ളത്. അടുത്തത് അരോമാറ്റിസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന റൂൾസ് ആണ്. ഹക്കൽസ് റൂൾ എന്ന് പറയും. ഹക്കൽസ് റൂൾ ഓഫ് അരോമാറ്റിസിറ്റി. അപ്പം ഒരു സിസ്റ്റം അരോമാറ്റിക് ആവണമെങ്കിൽ സർട്ടൻ റൂൾസ് സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസ് ആണ് ഹക്കൽസ് റൂൾ ഓഫ് അരോമാറ്റിസിറ്റി നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് സൈക്ലിക് ആയിരിക്കണം, സിസ്റ്റം സൈക്ലിക് ആയിരിക്കണം. അതുപോലെ തന്നെ കംപ്ലീറ്റ് കോൺജുഗേഷൻ നടക്കണം. ഇവിടെ കംപ്ലീറ്റ് എന്നുള്ള വാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം കോൺജുഗേറ്റഡ് ആണെങ്കിലും സിസ്റ്റം പാർഷ്യലി കോൺജുഗേറ്റഡ് ആവാം. അതായത് കംപ്ലീറ്റ്ലി കോൺജുഗേഷൻ നടക്കാണ്ട് സൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്. അങ്ങനെയുള്ള കോമ്പൗണ്ട്സിന് നമ്മളിവിടെ അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രക്ചർ വരച്ചു. ഇങ്ങനെ ഒരു സ്ട്രക്ചർ വരച്ച് കഴിയുമ്പം സൈക്ലിക് ആണ്, പൈ ബോണ്ട്സ് പ്രസന്റ് ആണ്. പക്ഷേ ഇവിടെ എന്തില്ല? ഇവിടെയുള്ള ഇലക്ട്രോൺസ് കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് അല്ല. ഇവിടെയുള്ള കാർബൺ എന്ന് പറയുന്നത് sp3 കാർബൺ ആണ്. ബാക്കിയുള്ള എല്ലാ കാർബൺസും sp2 കാർബൺസ് ആണ്. അപ്പം നമുക്കറിയാം ഈ sp2 കാർബൺസ് അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഓർബിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഡീലോക്കലൈസേഷൻ നടക്കുള്ളൂ. നെക്സ്റ്റ് പറയുന്ന പോയിന്റ് ആണ് പ്ലാനാർ ആയിരിക്കണം. നമ്മുടെ സിസ്റ്റം പ്ലാനാർ ആയിരിക്കണം. അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സിസ്റ്റത്തിലുള്ള ഐദർ sp2 അല്ലെങ്കിൽ sp ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്ലാനാറിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം. ഇവിടെ 4n+2 പൈ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പം കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. ഇവിടുത്തെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ എല്ലാ ഇൻറ്റീജേഴ്സും കൊടുക്കുക എന്നുള്ളതാണ്. അതായത് 0 ആൻഡ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് നമ്മൾ കൊടുക്കുമ്പം നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ് ആണ്. അതാണ് ഈ പൈ ഇലക്ട്രോൺസിൻ്റെ എണ്ണം. ഈ n എന്ന് പറയുന്നത് ജസ്റ്റ് വാല്യൂസ് ആണ്, 0 1 2 3 എക്സെട്ര. അപ്പം നമ്മൾ n-ന് 0 കൊടുക്കുന്ന സമയത്ത് നമുക്ക് 2 ഇലക്ട്രോൺസ് കിട്ടും. n-ന് 1 കൊടുക്കുമ്പം 6 ഇലക്ട്രോൺസ് കിട്ടും. n-ന് 2 കൊടുക്കുന്ന സമയത്ത് 10 ഇലക്ട്രോൺസ്, 3 കൊടുക്കുമ്പം 14, അങ്ങനെ പോകും.
അപ്പം ഇത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്മുടെ സിസ്റ്റത്തിൽ പ്രസന്റ് ആണെങ്കിൽ നമ്മുടെ സിസ്റ്റം അരോമാറ്റിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഓഡ് നമ്പർ ഓഫ് പൈ ബോൺസ് പ്രസന്റ് ആണെങ്കിൽ അരോമാറ്റിക് എന്ന് പറയാം. അപ്പം നിങ്ങൾ ബെൻസീൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3 പൈ ബോൺസ് ആണുള്ളത്, സിസ്റ്റം അരോമാറ്റിക് ആണ്. അപ്പം ഇതിനെയാണ് നമ്മൾ ഹക്കൽസ് റൂൾ ഓഫ് അരോമാറ്റിസിറ്റി എന്ന് പറയുന്നത്. അതായത് അരോമാറ്റിസിറ്റി ഫോളോ ചെയ്യണമെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ഒബേ ചെയ്യണം. നെക്സ്റ്റ് വരുന്നതാണ് ഡയാമാഗ്നറ്റിക് റിംഗ് കറണ്ട്. അതായത് നമ്മൾ പ്രോട്ടോൺ NMR എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂസ് വെച്ചിട്ടാണ് നമ്മളെ പ്രോട്ടോൺസ് ഷീൽഡഡ് ആണോ ഡീഷീൽഡഡ് ആണോ എന്നൊക്കെ പറയാം. ഒരു അരോമാറ്റിക് കോമ്പൗണ്ടിന് നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതിലുള്ള ഇന്നർ പ്രോട്ടോൺസ് ഷീൽഡഡും ഔട്ടർ പ്രോട്ടോൺസ് ഡീഷീൽഡഡും ആയിരിക്കും. പുറത്തേക്കുള്ള പ്രോട്ടോൺസ് ഡീഷീൽഡഡും അതേപോലെ അകത്തേക്ക് പോകുന്തോറും ഉള്ളിലേക്ക് സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് പോകുന്തോറും ഷീൽഡഡും ആയിരിക്കും പ്രോട്ടോൺസ്. അതാണ് ഈ ഡയാമാഗ്നറ്റിക് റിംഗ് കറണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ഹൈലി സ്റ്റേബിൾ ദാൻ കറസ്പോണ്ടിങ് ഓപ്പൺ ചെയിൻ കൗണ്ടർ പാർട്സ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബെൻസീൻ ആയിരിക്കും കൂടുതൽ സ്റ്റേബിൾ ദാൻ ഇറ്റ്സ് ഓപ്പൺ ചെയിൻ കൗണ്ടർ പാർട്ട്. നെക്സ്റ്റ് ആന്റി അരോമാറ്റിക് കോമ്പൗണ്ട്സും നോൺ അരോമാറ്റിക് കോമ്പൗണ്ട്സും. അപ്പം നമുക്ക് അരോമാറ്റിക് കോമ്പൗണ്ട്സ് നമ്മൾ പഠിച്ചു. ഇനി ആന്റി അരോമാറ്റിക് എന്താണെന്നും നോൺ അരോമാറ്റിക് എന്താണെന്നും നമുക്ക് നോക്കേണ്ടത്. അപ്പം ആന്റി അരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പം അവരും എന്തായിരിക്കും, സൈക്ലിക് ആയിരിക്കും, പ്ലാനാർ ആയിരിക്കും, കോൺജുഗേറ്റഡ് ആയിരിക്കും. എവിടെയാണ് ഡിഫറൻസ് വരുന്നത്? ഇവിടെ 4n/π ഇലക്ട്രോൺ റൂൾ ആണ് ഫോളോ ചെയ്യുന്നത്. അരോമാറ്റിക് കോമ്പൗണ്ട്സ് 4n+2 പൈ ഇലക്ട്രോൺ റൂൾ ആണെങ്കിൽ ഇവിടെ നമുക്ക് 4n/π ഇലക്ട്രോൺ റൂൾ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈവൺ നമ്പർ ഓഫ് പൈ ബോൺസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. അതേപോലെ ഇവിടെ നമുക്ക് പാരാമാഗ്നറ്റിക് റിംഗ് കറണ്ട് ആണ് നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ്. ഔട്ടർ പ്രോട്ടോൺസ് ഷീൽഡഡും ഇന്നർ പ്രോട്ടോൺസ് ഡീഷീൽഡഡും ആയിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് നോൺ അരോമാറ്റിക് കോമ്പൗണ്ട്സ്. നോൺ അരോമാറ്റിക് എന്ന് പറയുമ്പം അവര് അരോമാറ്റിക്കും അല്ല ആന്റി അരോമാറ്റിക്കും അല്ല. ഇവിടെ നമുക്ക് സൈക്ലിക് ആയിരിക്കും, ബട്ട് പ്ലാനർ ആയിരിക്കില്ല, അതേപോലെ കോൺജുഗേഷൻ ഉണ്ടാവില്ല, അതേപോലെ തന്നെ ഹക്കൽസ് റൂള് ഫോളോ ചെയ്യില്ല. ഹക്കൽസ് റൂള് ഫോളോ ചെയ്യില്ല എന്ന് പറയുമ്പം അതിൽ 4n+2 പൈ ഇലക്ട്രോണിന്റെ റൂളോ അല്ലെങ്കിൽ 4n/π ഇലക്ട്രോണിന്റെ റൂളോ കംപ്ലീറ്റ്ലി ഒബേ ചെയ്യണമെന്നില്ല, അതല്ലാത്തതും വരാം. അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ നോൺ അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കോൺജുഗേഷൻ ഇല്ല എന്ന് പറയുമ്പം ഒരു sp3 കാർബൺ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്ലാനാരിറ്റി ഓട്ടോമാറ്റിക്കലി നഷ്ടപ്പെടും. നമുക്കറിയാം പ്ലാനാർ സ്ട്രക്ചർ കിട്ടണമെങ്കിൽ sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കണം കാർബൺ, അല്ലെങ്കിൽ വാട്ടെവർ ദി ആറ്റം മേ ബി. അപ്പം അവിടെ നമുക്കൊരു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ് വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്ത് പറ്റില്ല, കോൺജുഗേഷൻ കംപ്ലീറ്റ് ആവില്ല, അതേപോലെ തന്നെ പ്ലാനാരിറ്റി ഒബേ ചെയ്യില്ല. അപ്പം അതുകൊണ്ട് തന്നെ സിസ്റ്റം നോൺ അരോമാറ്റിക് സിസ്റ്റം എന്നറിയപ്പെടും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും, ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. ഈ ഒരു കോൺജുഗേഷൻ ഫെർദർ കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ല. അതേപോലെ തന്നെ ഇവിടെ 2 പൈ ബോൺസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഇവിടെ ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആയതുകൊണ്ട് നമുക്ക് ആ കോൺജുഗേഷൻ കംപ്ലീറ്റ് ആവില്ല. അപ്പൊ നമ്മൾ സ്റ്റെബിലിറ്റി നോക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആർ മോർ സ്റ്റേബിൾ ദാൻ നോൺ അരോമാറ്റിക്, വിച്ച് ഈസ് മോർ സ്റ്റേബിൾ ദാൻ ആന്റി അരോമാറ്റിക്. ഇനി ഇവിടെ നമ്മൾ കുറച്ച് കോമ്പൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ അരോമാറ്റിസിറ്റി അല്ലെങ്കിൽ നോൺ അരോമാറ്റിക് ആണോ അത് നമ്മൾ കണ്ടുപിടിക്കും. നമ്മുടെ ഫസ്റ്റ് കോമ്പൗണ്ട് ആണ് നമ്മുടെ സൈക്ലോപ്രൊപ്പീനിയം കാറ്റയോൺ ആണിത്. അപ്പം നമുക്കിവിടെ കാണാൻ പറ്റും ഒരു പൈ ബോണ്ട് ആണുള്ളത്. അപ്പം നമുക്ക് 2 പൈ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ 4n+2 പൈ ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യും. അതുകൊണ്ട് ഇത് അരോമാറ്റിക് ആയിരിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യണം, വീഡിയോ ഇവിടെ പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് അരോമാറ്റിക് ആണോ ആന്റി ആണോ നോൺ അരോമാറ്റിക് ആണോ എന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി. അടുത്തത് ബെൻസീൻ, നമുക്ക് ഓൾറെഡി അറിയാം, ഇറ്റ് ഇസ് അരോമാറ്റിക്. നെക്സ്റ്റ് വരുന്നത് സൈക്ലോപെന്റാഡൈഇനൈൽ ആനിയോൺ. അപ്പം ഇതിന്റെ പേരും കൂടി ഓർത്ത് വെക്കണം, അതറിയെങ്കിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കോൺജുഗേഷൻ കംപ്ലീറ്റ് ആവുന്നുണ്ട്, 4n+2 പൈ ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്നുണ്ട്, പ്ലാനർ ആണ്, കോൺജുഗേറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ അരോമാറ്റിക് ആണ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സൈക്ലോബ്യൂട്ടാഡൈൻ ആണ്. സൈക്ലോബ്യൂട്ടാഡൈൻ പ്ലാനർ ആണ്, കോൺജുഗേറ്റഡ് ആണ്, പക്ഷേ 4n/π ഇലക്ട്രോൺ റൂൾ ആണ് ഒബേ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ആന്റി അരോമാറ്റിക് ആണ്. നെക്സ്റ്റ് സൈക്ലോപെന്റാഡൈഇനൈൽ കാറ്റയോൺ.
കോൺജുഗേഷൻ പോസിബിൾ ആണ്, ബട്ട് 4n5 ഇലക്ട്രോൺ റൂൾ ആണ് ഒബേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആന്റി അരോമാറ്റിക് ആണ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സൈക്ലോ ഒക്ടാ ടെട്രാഈൻ. അതാണ് ഈ ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കോൺജുഗേറ്റഡ് ആണ്, പ്ലാനാർ ആണ്, ദെൻ 4n5 ഇലക്ട്രോൺ റൂൾ ആണ് ഒബേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആന്റി അരോമാറ്റിക് ആണെന്ന് അസ്യൂം ചെയ്യും. ബട്ട് റിയാലിറ്റിയിൽ സ്ട്രക്ചർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതായത് പ്ലാനാർ അല്ല, പ്ലാനാരിറ്റി നഷ്ടപ്പെടും. കാരണം ഇവിടെ വളരെയധികം സ്ട്രെയിൻ ഉണ്ട്. നമ്മുടെ 8 കാർബൺ ആറ്റവും 4 പൈ ബോണ്ടൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്ട്രക്ചർ നിൽക്കാൻ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ പ്ലാനാരിറ്റി നഷ്ടപ്പെട്ട് ഒരു ടബിന്റെ ഷേപ്പിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കാണുന്നില്ലേ, അതാണ് ടബ് ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പം നോൺ പ്ലാനാർ ആണ്, അതുകൊണ്ട് നോൺ അരോമാറ്റിക് ആണ്. അതായത് പ്ലാനാരിറ്റി ഇല്ല, അപ്പം നോൺ അരോമാറ്റിക് ആയി. അതുപോലെ ഈ ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ടിലും നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ ഷേപ്പും ഇങ്ങനെയാണ് വരുന്നത്. സോ ഇതും നോൺ അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. നെക്സ്റ്റ് വരുന്ന ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ആണ് ഹോമോ അരോമാറ്റിക് കോമ്പൗണ്ട്സ്. അപ്പം ഹോമോ അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പം systems in which a stabilized cyclic conjugated system is formed by bypassing one saturated atom. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ കേസ് ആണ്. അതായത് ഒരു സാച്ചുറേറ്റഡ് ആറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് sp3 ആറ്റം ആണ്. അപ്പം sp3 ആയിട്ടുള്ള ഒരു ആറ്റത്തിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് കോൺജുഗേഷനിലേക്ക് മാറുന്നു സിസ്റ്റം. അങ്ങനെയുള്ള അരോമാറ്റിക് കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഹോമോ അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ കാർബണിനെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സിസ്റ്റം അത് കോൺജുഗേഷനിലേക്ക് പോകുന്നു. അപ്പം ഇതിൽ സ്റ്റെബിലിറ്റി വരുന്ന സമയത്ത് ഒരു അരോമാറ്റിക് സിസ്റ്റം ആയിരിക്കും എപ്പോഴും ഹോമോ അരോമാറ്റിക്കിനെക്കാളും കൂടുതൽ സ്റ്റേബിൾ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ നേരത്തെ കണ്ട സൈക്ലോ പ്രൊപ്പീനുമായും വിച്ച് ഇസ് എ കാറ്റയോൺ. ഇത് അരോമാറ്റിക് ആണെന്ന് നമുക്കറിയാം. ഇനി ഇതിന്റെ സിമിലർ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് ഒരു സൈക്ലോ ബ്യൂട്ടീൻ സിസ്റ്റം ആണിത്. അപ്പം ഇവിടെ ഒരു പൈ ബോണ്ടും ഒരു ചാർജും ഉണ്ട്. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ കാർബൺ ആറ്റം എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ബൈപ്പാസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹോമോ അരോമാറ്റിക് സിസ്റ്റം കിട്ടും. അപ്പം സ്റ്റെബിലിറ്റി നോക്കുന്ന സമയത്ത് എപ്പോഴും ഇതിനായിരിക്കും സ്റ്റെബിലിറ്റി കൂടുതൽ. നെക്സ്റ്റ് വരുന്നതാണ് അരോമാറ്റിസിറ്റി ഇൻ ചാർജ്ഡ് റിങ്സ്. അപ്പം ഈ ചാർജ്ഡ് റിങ്സ് എന്ന് പറയുമ്പം നമുക്ക് പോസിറ്റീവ് ചാർജും ആകാം, നെഗറ്റീവ് ചാർജും ആകാം. അങ്ങനെ നമുക്ക് ഒരു സിസ്റ്റത്തിൽ ചാർജ് യൂസ് ചെയ്തിട്ട് അരോമാറ്റിസിറ്റി അറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ക്വാസി അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. ക്വാസി അരോമാറ്റിക് കോമ്പൗണ്ട്സ്. അപ്പം നമുക്ക് ഈ ചാർജ് ഇൻവോൾവ് ചെയ്യുന്ന കോമ്പൗണ്ട്സ്, അതായത് ക്വാസി അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് നോർമലി അരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെക്കാളും കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. അപ്പം ഇവർ കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. സാധാരണ നമ്മൾ പറയുന്ന ബെൻസീൻ അതുപോലെയുള്ള കോമ്പൗണ്ട്സിനെക്കാളും കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും ചാർജ് ഇൻവോൾവ് ആയിട്ടുള്ള അരോമാറ്റിക് കോമ്പൗണ്ട്സ്. അപ്പം നിങ്ങൾ ഇവിടെ വീഡിയോ പോസ് ചെയ്തിട്ട് അരോമാറ്റിക് ആണോ നോൺ അരോമാറ്റിക് ആണോ അതോ ആന്റി അരോമാറ്റിക് ആണോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് കേസിൽ നമ്മൾ ഓൾറെഡി കണ്ട കോമ്പൗണ്ട് ആണ്, അരോമാറ്റിക് ആണ്. ഇവിടെ ആണെങ്കിലോ നിങ്ങൾക്ക് ഈ ഒരു ചാർജും കൂടി ഇവിടെ ഇൻവോൾവ് ആവും. അപ്പം നിങ്ങൾക്ക് വരുന്നത് 4n5 ഇലക്ട്രോൺ സിസ്റ്റം ആണ്. അതുകൊണ്ട് തന്നെ ആന്റി അരോമാറ്റിക് സിസ്റ്റം ആണത്. നെക്സ്റ്റ് വരുന്നത് 4n5 ഇലക്ട്രോൺ സിസ്റ്റം തന്നെയാണ്, അതും ഒരു ആന്റി അരോമാറ്റിക് സിസ്റ്റം ആണ്. നെക്സ്റ്റ് നമുക്ക് 4n+2 പൈ ഇലക്ട്രോൺ സിസ്റ്റം ആണ്, കാരണം ഇവിടെ 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം നമുക്ക് എന്ത് കിട്ടും, ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ആണ് ഇവിടെ കിട്ടുന്നത്. ഇനി ഈ ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ടിനെ നമ്മൾ ട്രൊപ്പൈലിയം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ട്രൊപ്പൈലിയം കാറ്റയോൺ എന്ന് പറയും. ഇവിടെയും നമുക്ക് എന്താ ഉള്ളത്, 4n+2 പൈ ഇലക്ട്രോൺ സിസ്റ്റം ആയതുകൊണ്ട് അതും അരോമാറ്റിക് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് ഈ ഒരു 8 ഇലക്ട്രോൺ സിസ്റ്റം. ഇതൊരു 4n5 ഇലക്ട്രോൺ സിസ്റ്റം ആണ്, ആന്റി അരോമാറ്റിക്. ദെൻ ഈ ഒരു കോമ്പൗണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം 1 2 3 4 5 5 പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. 10 പൈ ഇലക്ട്രോൺ സിസ്റ്റം ആണ്, അതുകൊണ്ട് അരോമാറ്റിക് ആണ്. ഇനി വരുന്നത് ഈ ഒരു സിസ്റ്റം, ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു പൈ ബോണ്ട് ആണുള്ളത്. 2 പൈ ഇലക്ട്രോൺ സിസ്റ്റം ആണ്, 4n+2 പൈ ഇലക്ട്രോൺ റൂൾ ആണ് ഒബേ ചെയ്യുന്നത്, അരോമാറ്റിക്. ഇവിടെ നമുക്ക് ഇത് സിമിലർ കേസ് ആണ്, നെഗറ്റീവ് ചാർജ് ആണ് രണ്ടെണ്ണം, അതുകൊണ്ട് ഇതും അരോമാറ്റിക് ആണ്.
ഇവിടെ നമുക്ക് 6 ഇലക്ട്രോൺസ് ഉണ്ട്, അരോമാറ്റിക് ആണ്. ഈ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് സെപ്പറേഷൻ വഴി ഇങ്ങനെ ഒരു ഫോമിലേക്ക് എത്താൻ പറ്റും. ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആയിട്ട് ചാർജ് സെപ്പറേറ്റഡ് ആവും. അപ്പം നമ്മുടെ ഹോൾ സിസ്റ്റം എന്ന് പറയുന്നത് അരോമാറ്റിക് ആവും. കാരണം ഇത് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിന് ഇക്വിവാലന്റ് ആയി മാറി ഏകദേശം. അതുകൊണ്ട് തന്നെ അത് അരോമാറ്റിക് ആണ്. അപ്പൊ ഇത്രയാണ് ക്വാസി അരോമാറ്റിക് കോമ്പൗണ്ട്സിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് ആണ്. എന്താ ഈ ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ടിനെ നമ്മൾ പറയുന്നത് പൈറോൾ എന്നാണ്. നൈട്രജൻ വരുന്ന 5 മെമ്പേർഡ് സിസ്റ്റം. ദെൻ ഇത് നമ്മുടെ തയോഫീൻ, അതേപോലെ പിരിഡീൻ ആണിത്. ദെൻ ഈ ഒരു കോമ്പൗണ്ട് ഓക്സിജൻ വരുന്ന 5 മെമ്പേർഡ് റിങ്ങിന് നമ്മൾ ഫ്യൂറാൻ എന്ന് പറയും. അപ്പം ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എല്ലാ സിസ്റ്റത്തിനും നമുക്ക് ജനറലി അരോമാറ്റിക് എന്ന് വിളിക്കാൻ പറ്റും. കാരണം ഇലക്ട്രോൺ ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണ്. 5 മെമ്പേർഡ് റിംഗ് ആണെങ്കിലും ഇവിടെ നമുക്ക് ഓൾറെഡി 6 മെമ്പേർഡ് റിംഗ് ആണുള്ളത്. അപ്പം നൈട്രജന്റെ ഇലക്ട്രോൺസ് ഇൻവോൾവ് ആയിട്ടില്ലെങ്കിലും കൂടി നമുക്ക് അരോമാറ്റിക് ആണെന്ന് പറയാൻ പറ്റും. പിന്നെ ബെൻസീൻ ആണ് ഏറ്റവും കൂടുതൽ അരോമാറ്റിക് ഈ കൂട്ടത്തിൽ. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന ഓർഡർ ഓഫ് അരോമാറ്റിസിറ്റി വരുന്നത് ഫ്യൂറാൻ ലെസ് ദാൻ, പൈറോൾ ലെസ് ദാൻ, തയോഫീൻ ലെസ് ദാൻ, പിരിഡീൻ ലെസ് ദാൻ, ബെൻസീൻ. അപ്പൊ ഇതിന്റെ റീസൺ കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതായത് ബെൻസീൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാം ഐഡന്റിക്കൽ ആയിട്ടുള്ള ആറ്റംസ് ആണ്. അപ്പം ഐഡന്റിക്കൽ ആറ്റംസ് തമ്മിലുള്ള ഓവർലാപ്പ്, അവരുടെ ഓർബിറ്റൽസ് തമ്മിലുള്ള ഓവർലാപ്പ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഫീസിബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബെൻസീൻ ആണ് ഏറ്റവും കൂടുതൽ അരോമാറ്റിക്. ദെൻ പിരിഡീൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 6 മെമ്പേർഡ് റിങ്ങും ബാക്കിയുള്ളതെല്ലാം 5 മെമ്പേർഡ് റിങ്ങും ആണ്. ഇത് മൂന്നും 5 മെമ്പേർഡ് റിങ്സ് ആണ്. അപ്പം ഇവര് രണ്ടും കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ നൈട്രജൻ ഇൻവോൾവ് ആവാതെ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? അരോമാറ്റിസിറ്റിയുടെ കണ്ടീഷൻ ഒബേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പിരിഡീൻ ആയിരിക്കും കൂടുതൽ അരോമാറ്റിക്. ഇവിടെ നമുക്ക് ഈ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസും കൂടി വേണം. അപ്പൊ നമ്മൾ ഈ സിസ്റ്റത്തിലുള്ള ഇലക്ട്രോൺസിന്, അതായത് ഈ ഒരു പെർട്ടിക്കുലർ ഹെട്രോ ആറ്റത്തിന്റെ ഇലക്ട്രോണ് അവരത്ര പെട്ടെന്ന് തരില്ല. നമ്മൾ ഈ 3 ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഓക്സിജൻ ദാൻ നൈട്രജൻ ഗ്രേറ്റർ ദാൻ സൾഫർ. അപ്പം ഓക്സിജൻ ഒരിക്കലും പെട്ടെന്ന് ഇതിന്റെ ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കില്ല. അപ്പം ഇലക്ട്രോൺസ് കൊടുത്താൽ മാത്രമേ സിസ്റ്റത്തിന് അരോമാറ്റിക് ആയി നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്യൂറാന്റെ അരോമാറ്റിസിറ്റി ആയിരിക്കും കുറവ്. ദെൻ നൈട്രജൻ കണ്ടെയ്നിങ് പൈറോൾ, ദെൻ തയോഫീൻ. അതാണ് ഈ ഒരു ഓർഡർ. അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പം നമുക്ക് ബേസിക്കലി റെസൊണൻസ് പോസിബിൾ ആണെങ്കിൽ നമുക്ക് സിസ്റ്റം സ്റ്റേബിൾ ആവും. സിസ്റ്റം സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ അരോമാറ്റിസിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം റെസൊണൻസ് എനർജി എത്രമാത്രം കൂടുന്നോ അത്രയും സ്റ്റെബിലിറ്റി കൂടും. സ്റ്റെബിലിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? അരോമാറ്റിസിറ്റി, അതായത് അതിന്റെ അരോമാറ്റിക് നേച്ചർ കൂടും. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഓർഡറിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന റെസൊണൻസ് എനർജി വാല്യൂസ് ആണ് ഈ സിസ്റ്റത്തിനൊക്കെ ഉള്ളത്. അപ്പം നമ്മുടെ ബെൻസീന്റെ റെസൊണൻസ് എനർജിയാണ് ഏറ്റവും കൂടുതൽ. ജസ്റ്റ് ആ വാല്യൂസിന്റെ കമ്പാരിസൺ കൊടുത്തതേ ഉള്ളൂ, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതേ ഉള്ളൂ. നെക്സ്റ്റ് അരോമാറ്റിസിറ്റി ഇൻ ഫ്യൂസ്ഡ് റിങ്സ്. അപ്പം ഫ്യൂസ്ഡ് റിങ്സ് എന്ന് പറയുമ്പം ഒന്നിൽ കൂടുതൽ റിങ്ങുകൾ കമ്പൈൻ ചെയ്താലാണ് നമുക്ക് ഫ്യൂസ്ഡ് റിങ് കിട്ടുന്നത്. അപ്പം നമ്മുടെ ബെൻസീൻ വെച്ച് നമ്മൾ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ഹയർ അനലോഗ് ആണ് നാഫ്തലീൻ. പിന്നെ വരുന്നതാണ് ആന്ത്രസീൻ. ഈ ഒരു സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഫിനാന്ത്രീൻ. ജനറലി പറയുകയാണെങ്കിൽ നമ്മുടെ നമ്പർ ഓഫ് റിങ്സ് കൂടുന്ന സമയത്ത് അരോമാറ്റിസിറ്റി കുറയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സിസ്റ്റം അരോമാറ്റിക് ആവണമെങ്കിൽ കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ നടക്കണം. അപ്പം ഈ ഒരു സിസ്റ്റത്തിന്റെ കേസിൽ നമുക്ക് ഈ ഫസ്റ്റ് റിങ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണ്, സെക്കൻഡ് റിങ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ഓക്കെ ആണ്. അങ്ങനെ ഈ എല്ലാ സിസ്റ്റത്തിലും ഈ കേസസ് ഒബേ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരെല്ലാവരും അരോമാറ്റിക് ആണ്. ആ അരോമാറ്റിസിറ്റിന്റെ ഓർഡർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബെൻസീൻ ഗ്രേറ്റർ ദാൻ നാഫ്തലീൻ, ആന്ത്രസീൻ, ദെൻ ഫിനാന്ത്രീൻ. അപ്പം അരോമാറ്റിസിറ്റി ഇൻക്രീസസ് ടുവേർഡ്സ് ദി സെന്റർ ഓഫ് ദി റിംഗ്. അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്കൊരു ഈ ഒരു സിസ്റ്റത്തിന്റെ കേസിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതാണ് സെന്ററിലുള്ള റിങ്. ഈ ഒരു റിംഗ് ആയിരിക്കും കൂടുതൽ അരോമാറ്റിക് ദാൻ പെരിഫറൽ റിങ്സ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് ഒരു കോമ്പൗണ്ട് ആണ് അസുലീൻ.
ഈ അസുലിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 5 മെമ്പേർഡ് ആൻഡ് 7 മെമ്പേർഡ് റിംഗ്. ഒരു 5 മെമ്പേർഡ് റിങ്ങും ഒരു 7 മെമ്പേർഡ് റിങ്ങും കമ്പൈൻ ചെയ്തിട്ട് കിട്ടുന്നതാണ് നമ്മുടെ അസുലിൻ എന്ന് പറയുന്നത്. ഈ അസുലിന് അരോമാറ്റിക് ആണ്. അത് നമുക്ക് എങ്ങനെ കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഈ ഒരു ബോണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വരും, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരും. അപ്പം ഫസ്റ്റ് റിങ് അരോമാറ്റിക് ആയി. കാരണം എന്താ? നമുക്ക് അവിടെ 6 pi ഇലക്ട്രോൺസ് കിട്ടി. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫസ്റ്റ് റിങ് അരോമാറ്റിക് ആണ്. അതേപോലെ തന്നെ സെക്കൻഡ് റിങ്ങും അരോമാറ്റിക് ആവും. ഈ ബോണ്ട് ഇനി ഇല്ല, പകരം ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ആണ്, പിന്നെ 2 പൈ ബോൺസ്, പിന്നെ ഈ ഒരു നെഗറ്റീവ് ചാർജ്. അപ്പം നമുക്ക് 3 പെയർ ഓഫ് ഇലക്ട്രോണും കിട്ടി, പിന്നെ ഒരു പോസിറ്റീവ് ചാർജുമായി. അപ്പം നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് അതും എന്തായി? ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണ്. അപ്പം 2 റിങ്ങും ഇൻഡിപെൻഡൻ്റ്ലി അരോമാറ്റിക് ആണെന്ന് നമുക്ക് പറയാം. അപ്പം അങ്ങനെയുള്ള സിസ്റ്റംസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ. അപ്പം നിങ്ങൾ ഫ്യൂസ്ഡ് റിംഗ് സിസ്റ്റം എന്ന് വരുമ്പം എത്ര റിങ്സ് ഉണ്ടോ അത്രയും റിങ്സ് അരോമാറ്റിക് ആണെങ്കിൽ അതായിരിക്കും ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കോമ്പൗണ്ടില് ചാർജ് സെപ്പറേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ചാർജ് സെപ്പറേഷൻ വഴിയാണ് അത് അരോമാറ്റിക് ആയി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഹൈ ഡൈപോൾ മൊമെന്റ് ഉള്ള ഒരു കോമ്പൗണ്ട് ആണ് ഈ അസുലിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ആണ് അനുലീൻസ്. ഈ അനുലീൻസ് ബേസിക്കലി കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് ആയിട്ടുള്ള മോണോസൈക്ലിക് പോളിഈൻസ് ആണ്. മോണോസൈക്ലിക് എന്ന് പറയുമ്പം ഒറ്റ റിങ്ങുള്ള കോമ്പൗണ്ട്സ് ആണ് ഈ അനുലീന്. അപ്പം ഇവിടുത്തെ N കറസ്പോണ്ട്സ് ടു നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. ഈ ഒരു കേസിൽ ഫസ്റ്റ് അനുലീൻ എന്ന് പറയുന്നത് 4 അനുലീൻ ആണ്, ആന്റി അരോമാറ്റിക് ആണ് നമുക്കറിയാം. ദെൻ 6 അനുലീൻ ആണ് നമ്മുടെ ബെൻസീന്, അരോമാറ്റിക് ആണ്. ദെൻ 8 അനുലീൻ ആണ് സൈക്ലോ ഒക്ടാ ടെട്രാഈൻ. ഈ ഒരു കോമ്പൗണ്ട് നമ്മൾ നേരത്തെ കണ്ടു, അതൊരു ടബ് ഷേപ്ഡ് കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇതെന്താണ്? നോൺ അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. കാരണം നോൺ പ്ലാനർ ആണ്, പ്ലാനാരിറ്റി നഷ്ടപ്പെട്ടു. പ്ലാനാരിറ്റി ഇല്ലാത്തത് കൊണ്ട്, നോൺ പ്ലാനർ ആയതുകൊണ്ട് നോൺ അരോമാറ്റിക് ആണ്. ദെൻ ഹിയർ ഇവിടെ 10 അനുലീൻ്റെ കേസിൽ ഇവിടെയും ഈ 2 ഹൈഡ്രജൻസ്, ഈ ഓപ്പോസിറ്റ് കാർബൺസിലുള്ള 2 ഹൈഡ്രജൻസ് തമ്മിലുള്ള റിപ്പൾഷൻ കാരണം സിസ്റ്റം നോൺ പ്ലാനർ ആയി മാറും. അതുകൊണ്ട് ഇതും നോൺ അരോമാറ്റിക് ആണ്. ദെൻ 12 അനുലീൻ. 12 അനുലീനിൽ നമുക്ക് കാണാൻ പറ്റും 1 2 3 4 5 6 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അതായത് 12 ഇലക്ട്രോൺസ്, 6 പൈ ബോൺസ് വരുന്നുണ്ട്. 4n പൈ ഇലക്ട്രോൺ റൂൾ ആണ് ഒബേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആന്റി അരോമാറ്റിക് ആണ്. അടുത്ത സിസ്റ്റം എന്ന് പറയുന്നത് 14 അനുലീൻ ആണ്. 14 കാർബൺ ആറ്റംസ് ഉണ്ട്. ബട്ട് സിസ്റ്റം പ്ലാനർ ആണ് ഡ്യൂ ടു റിപ്പൾഷൻ. അതുകൊണ്ട് തന്നെ നോൺ അരോമാറ്റിക് ആണ്. അതേപോലെ തന്നെ നമ്മുടെ 16 അനുലീനും ലെസ് പ്ലാനർ ആണ്, പ്ലാനാരിറ്റി ഇല്ല, അതും നോൺ അരോമാറ്റിക് സിസ്റ്റം ആണ്. ഇതാണ് നമ്മുടെ 18 അനുലീന്. അപ്പം ഇവിടെ ഇത്രയും വലിയ കാവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ റിപ്പൾഷൻ ഒന്നും ഇല്ല. അതുകൊണ്ട് അരോമാറ്റിസിറ്റി ഓക്കെ ആണ്, അരോമാറ്റിക് ആണ്. നെക്സ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, അതായത് നമ്മുടെ ഈ അരോമാറ്റിക് കോമ്പൗണ്ട്സ് സാധാരണഗതിയിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് തരുന്നത്. അരോമാറ്റിക് കോമ്പൗണ്ട്സിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് ഉണ്ടാവുക. ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് പോസിബിൾ അല്ല. അഡീഷൻ റിയാക്ഷൻസ് അധികം നടക്കില്ല. മെക്കാനിക്സ് ആണിത്. ഇപ്പം ഇവിടെ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബെൻസീൻ എടുക്കുന്നുണ്ട്, അതിലേക്ക് നമ്മൾ ഇലക്ട്രോഫൈൽ ആഡ് ചെയ്യുമ്പം ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫോർമേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ കോംപ്ലക്സ്. ഒരു പൈ ഇലക്ട്രോൺ കോംപ്ലക്സ് ഫോം ചെയ്യും. അതിനുശേഷം ഈ പൈ ഇലക്ട്രോൺ കോംപ്ലക്സ് ഒരു സിഗ്മ കോംപ്ലക്സ് ആയിട്ട് മാറും. കാരണം ഇവിടെ ജസ്റ്റ് ഒരു പൈ ബോണ്ടുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് മാത്രമാണ് ഈ ഇലക്ട്രോഫൈലിനുള്ളതെങ്കിൽ നമ്മുടെ ഇലക്ട്രോഫൈൽ വന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ട് ഒരു സിഗ്മ കോംപ്ലക്സ് ഫോം ആയി. അപ്പം ഇവിടുത്തെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പിൽ ഇവർ അരോമാറ്റിസിറ്റി റീഗെയിൻ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പം നമ്മുടെ ഇലക്ട്രോഫൈൽ വന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ അരോമാറ്റിസിറ്റി റീഗെയിൻ ചെയ്യും. ഈ പ്രോസസ്സ് എല്ലാം റിവേഴ്സിബിൾ ആണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് അരോമാറ്റിക് കോമ്പൗണ്ട്സിൽ ജനറലി പോസിബിൾ ആയിട്ടുള്ളത്. താങ്ക് യു.